ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മല്ലൂസ് ടോക്കിലേക്ക് സ്വാഗതം. അങ്ങനെ നമ്മുടെ ലക്കി ഭാസ്കറിന്റെ ടീച്ചർ വന്നിട്ടുണ്ട്. നമ്മുടെ DQന്റെ പടമാണ്. അതുപോലെ തന്നെ മീനാക്ഷി ചൗധരിയാണ് നായികയായിട്ട് വരുന്നത്. ഡയറക്ടർ വെങ്കിയാണ്. വെങ്കിയുടെ വാക്തി സിനിമ എല്ലാവർക്കും അറിയുന്നതാണ്. വാക്തി അത്യാവശ്യം കേരളത്തിലും ഹിറ്റായ പടമാണ്. പിന്നെ GV പ്രകാശാണ് ഇതിന്റെ മ്യൂസിക് കൈകാര്യം ചെയ്തിരിക്കുന്നത്. അപ്പം നമുക്ക് ചെറിയൊരു പ്രതീക്ഷ ഇതിനകത്ത്. എനിക്കിന്നൊരു പഴയ കാലഘട്ടമൊക്കെയാണ് കാണിക്കുന്നത്. പഴയ കാലഘട്ടം കാണിച്ച അതെ എന്ന് വെച്ചാൽ പഴയ ലുക്കില് ഇപ്പം DQന്റെ പടങ്ങൾ ഇറങ്ങിയ എല്ലാം ഭയങ്കര ഹിറ്റായിരുന്നു. ഇപ്പം സീതാരാം, അതുപോലെ അതിനു മുമ്പേ നടികർ, ആ പടമെല്ലാം ഭയങ്കര ഹിറ്റായിരുന്നു. അപ്പൊ അതിനുശേഷം വരുന്നൊരു സിനിമയാണ്. നമുക്ക് ഇതിന്റെ ടീസർ ഒന്ന് കണ്ടു നോക്കാം. അതിനകത്തെ ലുക്ക് തന്നെയല്ലേ? പീസിന്റെ എല്ലാം കാണിക്കുന്നുണ്ടോ? Common, middle class, Indian man. He is more reliable. He is more eligible. ഇവനെയാണ് ഈ ബാങ്കിന് ആവശ്യം. ഒരു സാധാരണ ബാങ്ക് എംപ്ലോയിയുടെ അക്കൗണ്ടിൽ ഇത്രയും പണമോ? മിഡിൽ ക്ലാസ് മെന്റാലിറ്റിയാണ് സാർ. ഞങ്ങളെപ്പോലുള്ളവർ ഈ ചെലവെല്ലാം ചുരുക്കി ഓരോ രൂപയും എണ്ണി എണ്ണിയാണ് ജീവിക്കുന്നത്. പക്ഷെ പന്തേ വന്ന ഒന്നും നോക്കാതെ വേണേ കിടപ്പാടം വരെ പണയം വെക്കും സാർ. എന്നാ പിന്നെ തുടങ്ങാം. സാധാരണക്കാരനായ ഒരു ബാങ്ക് ഉദ്യോഗസ്ഥൻ, അക്കൗണ്ടിൽ ഒരുപാട് പണം, പിന്നെ ചൂതാട്ടം. അപ്പൊ ഇതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള പടം തന്നെയാണെന്ന് ഈ ടീസറിൽ നിന്ന് തന്നെ നമുക്ക് ഏകദേശം മനസ്സിലാവുന്നുണ്ട്. പിന്നെ എനിക്ക് തോന്നുന്നു ഇതിനകത്ത് കൂടുതലും ത്രില്ലിംഗ് എലമെന്റ്സ് വരുന്നത് ആ ചൂതാട്ടത്തിനകത്തെ കളിയും പൈസ വരുന്നതും പോകുന്നതും അതിനകത്തുള്ള ഇമോഷൻസും അങ്ങനെയൊക്കെയുള്ള കുറെ പരിപാടികൾ ഇതിനകത്ത് കാണാൻ ചാൻസ് ഉണ്ട്. അപ്പൊ അതിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു പടമാണെന്ന് തോന്നുന്നു. ഒരാൾ പണം ഉണ്ടാക്കാൻ വേണ്ടി പലതും വിറ്റ് ആ ഒരു ലെവലിലോട്ട് മാറുന്നു. അപ്പൊ അതിന്റെ ഒരു കൺക്ലൂഷൻ ആയിരിക്കും ഒരു സിനിമയിൽ വരുന്നത്. അതെനിക്ക് തോന്നുന്നു DQന് ചേരുന്നൊരു ക്യാരക്ടർ തന്നെ. എന്ന് വെച്ചാൽ ഇതിനു മുമ്പും ഈ പണം ഒരു തമിഴ് പടം ഉണ്ടായിരുന്നല്ലോ, എന്റെ പേര് ഞാൻ ഓർക്കുന്നില്ല. ഇല്ല, ഈ ഒരുപാട് ക്യാഷ് ഉണ്ടാക്കാൻ വേണ്ടി പല ഗെയിംസ് എന്ന് പറഞ്ഞാൽ ഇത് ഇറങ്ങിക്കളിക്കുന്ന പരിപാടിയായിരുന്നു. ഇല്ല, ഈ ആൾമാറാട്ടം ഒക്കെ നടത്തിയിട്ട് ഒരു സിനിമ ഉണ്ടായിരുന്നു. അത് അടിപൊളി പടം. എന്റെ പേര് ഞാൻ മറന്നുപോയി. സൂപ്പർ സിനിമയായിരുന്നു. അപ്പൊ എനിക്കൊന്ന് അതുപോലത്തെ ഒരു ക്യാരക്ടർ പിടിച്ചുകൊണ്ട് പഴയ കാലഘട്ടത്തിലേക്ക് എന്തോന്ന് കാണിക്കുന്നു. ഒരുപാട് പഴയതല്ലെന്ന് തോന്നുന്നു അല്ലേ ഇതിനകത്ത് കണ്ടിട്ട്. പിന്നെ ലുക്ക് വൈസ് വെച്ച് നോക്കുമ്പോഴത്തേക്ക് എനിക്ക് തോന്നുന്നു നമ്മുടെ ആ ഒരു സീതാരാമൻ, ഞാൻ ആദ്യം പറഞ്ഞ ആ ഒരു സിനിമയിലൊക്കെ കാണുന്ന ആ ഒരു ലുക്കൊക്കെ തന്നെയാണ്. പിന്നെ എനിക്കൊന്ന് ഒരു പുള്ളിയുടെ വൺമാൻ ഷോ ഇതിനകത്ത് കാണാൻ പറ്റുമെന്ന് തോന്നുന്നു. ഈ ടീസറിനകത്ത് തന്നെ ഫുള്ള് DQ തന്നെ നിറഞ്ഞിരിക്കുകയാണ്. പുള്ളി തന്നെ കാണിച്ചത്. പുള്ളിയുടെ പരിപാടികളും എല്ലാം പുള്ളിയുടെ അറിയല്ലോ. പുള്ളി എന്തെങ്കിലും ഒരു റോൾ എടുത്തു കഴിഞ്ഞാൽ പിന്നെ വേറെ ലെവലാക്കി തന്നെ അത് വെക്കും. അപ്പം ആ ഒരു രീതിയിൽ തന്നെ ഒരു സ്റ്റോറിയും ആ ഒരു കണ്ടന്റ് ഉള്ളൊരു പടമാണെന്ന് തോന്നുന്നു. എന്നുവെച്ചാൽ DQന് അർമാദിക്കാൻ പറ്റുന്ന ഒരു സംഭവം, DQന് അർമാദിക്കാൻ പറ്റിയൊരു സംഭവം ഇതിനകത്തുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. അപ്പൊ ഇപ്പൊ തെലുങ്കിലാണ് വന്നിരിക്കുന്നത്. ഇപ്പൊ DQന്റെ പടം നമുക്ക് പറയാൻ പറ്റില്ല. ഇനി അടുത്ത ഹിന്ദിയില്, അടുത്ത കന്നഡയിൽ, ഇങ്ങനെ പുള്ളി ഇന്ത്യ മൊത്തം ഇങ്ങനെ നടക്കുവാണ്, പടം അഭിനയിക്കുകയാണ്. അതുകൊണ്ട് ഇപ്പം ഇത് തെലുങ്കോടാണ്. തെലുങ്കില് നമുക്കിപ്പോ അറിയാം അദ്ദേഹത്തിന് ഭയങ്കര ഫാനാണ്. ആ സീതാരാമൻ എന്നുള്ള ഒരു പടം ഇറങ്ങിയതിനു ശേഷം എനിക്കൊന്ന് മലയാളം സിനിമയിലെ ഏറ്റവും കൂടുതൽ തെലുങ്കില് ആരാധകരുള്ള ഇപ്പം ദുൽഖർ സൽമാനാണ്. നമുക്ക് സംശയമില്ലാത്ത രീതിയിൽ തന്നെ നമുക്ക് പറയാൻ പറ്റും. വെച്ചാൽ അവിടുത്തെ ഹിറ്റ് വരുന്ന അവിടുത്തെ ഓഡിയോ ലോഞ്ചിനും അതുപോലെ തന്നെ ഈ സിനിമയുടെ ആ സക്സസ് മീറ്റിനൊക്കെ ചെന്ന സമയത്ത് ആരാധകരെന്ന് പറഞ്ഞാൽ DQനെ വിളിക്കും. നമ്മള് മലയാളത്തില് ഇപ്പം ദുൽഖർ സൽമാൻ വന്ന് നിന്ന് കഴിഞ്ഞാൽ ആൾക്കാർ എങ്ങനെയാണോ കാണുന്നത് ആ രീതിയിൽ തന്നെ അവിടെ അത്രയും, പ്രത്യേകിച്ച് എനിക്കൊന്ന് ഗേൾസ് ഭയങ്കര ഫാൻസ് ആണ് അവിടെ. അപ്പം അതുകൊണ്ട് അത്രയും ഒരു ഓഡിയൻസ് അദ്ദേഹത്തിന്റെ പിന്നിലുള്ളതുകൊണ്ട് ഈ ഒരു സിനിമ നല്ലതാണെങ്കിൽ സക്സസ് ആവുന്ന കാര്യം 100% ഉറപ്പാണ്. അപ്പം സീതാരാമൻ പോലെ വലിയൊരു ഹിറ്റ് ആകട്ടെ. ഇതിന്റെ ട്രെയിലർ വന്നാലും അല്ലെങ്കിൽ സോങ് വന്നാലും നമ്മൾ തീർച്ചയായിട്ടും ചെയ്യുന്നതായിരിക്കും. DQന്റെ ഒരു വീഡിയോ നമ്മൾ വെറുതെ വിടത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. ഓക്കെ, ബൈ.